ഡിസംബർ 2 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ബിബിയാന, വിശുദ്ധ ക്രൊമാസ്യൂസ്, വിശുദ്ധ എവൂസേബിയൂസ്, വിശുദ്ധ എവാസ്യൂസ്. വിശുദ്ധ ബിബിയാന 363 കാലഘട്ടത്തിലാണ് വിശുദ്ധ ബിബിയാന ജീവിച്ചിരുന്നത്. ക്രിസ്തുമത ത്യാഗിയായ ജൂലിയൻ ചക്രവർത്തി 363 അപ്രോണിയാനൂസിനെ റോമായിലെ ഗവർണറായി നിയമിച്ചു. അദ്ദേഹം ഉദ്യോഗം ഏറ്റെടുക്കാൻ റോമായിലേക്ക് പോകും വഴി ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. അത് സംഭവിച്ചത് മന്ത്രവാദം വഴിയാണെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ അത്തരം പ്രവൃത്തികൾ ചെയ്യുന്ന മന്ത്രവാദികളാണെന്നും കരുതി ക്രിസ്ത്യാനികളെ മർദ്ദിക്കുവാൻ തുടങ്ങി. ഈ ഗവർണറുടെ കാലത്ത് രക്തസാക്ഷിത്വം വരിച്ച ഒരു കന്യകയാണ് ബിബിയാന. ഇവൾ ഫ്ലാവിയൻ എന്ന ഒരു റോമൻ യോദ്ധാവിൻ്റെ മകളാണ്. വിശുദ്ധ ബിബിയാനയുടെ അമ്മയുടെ പേര് ഡെഫ്രോസ എന്നായിരുന്നു. ഭക്തരായ മാതാപിതാക്കളായിരുന്നു ഫ്ലാവിയനും ഡെഫോർസായും. അതുകൊണ്ട് തന്നെ ഗവർണർ അവരെ വധിപ്പിച്ചു. അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുകയും ചെയ്തു. തന്നിമിത്തം ബിബിയാനയും അനുജത്തി ദെമത്രിയായും ദാരിദ്ര്യത്തിലമർന്നു. ബിബിയാനെയും അനുജത്തി ദെമത്രിയായെയും കൂടുതൽ പീഡിപ്പിക്കുകയും കൊടിയ ദാരിദ്ര്യത്തിലേക്ക് അവർ തള്ളിയിടുകയും ചെയ്തു. അങ്ങനെ 5 മാസം ഈ സഹോദരിമാർ ഉപവാസവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയി. 5 മാസം കഴിഞ്ഞിട്ടും ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവരെ ഗവർണറുടെ അടുക്കിലേക്ക് കൊണ്ടുപോയി. ദെമത്രിയ തൻ്റെ വിശ്വാസം ഏറ്റുപറഞ്ഞ ശേഷം ഗവർണറുടെ മുന്നിൽ തന്നെ വീണ് മരിച്ചു. അപ്രോണിയാനൂസ് ബിബിയാനയെ മാനസാന്തരപ്പെടുത്തുവാനായി ദുഷ്ടയായ റുഫീന എന്നൊരു സ്ത്രീയെ നിയോഗിച്ചു. അവൾ നാരകീയ വശീകരണങ്ങൾ പ്രയോഗിക്കുകയും ബിബിയാനയെ പ്രഹരിക്കുകയും ചെയ്തു. എന്നിട്ടും മാറ്റമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ ബിബിയാനയെ ഒരു തൂണിൽ കെട്ടി അടിച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. സന്തോഷത്തോടെ ബിബിയാന ഈ ശിക്ഷ സ്വീകരിച്ചു. കഷ്ടതകളുടെ ഇടയിൽ വിശ്വസ്തതയും ക്ഷമയും പ്രദർശിപ്പിച്ച ബിബിയാനയെ പോലെ കൃത്യനിർവഹണത്തിൽ നമുക്കും വിശ്വസ്തരായിരിക്കാം. തലവേദന ഉള്ളവരുടെയും എപ്പിലെപ്റ്റിക് സീസർ എന്ന രോഗമുള്ളവർക്കും വേണ്ടിയും ഉള്ള രക്ഷാധികാരിയായിട്ട് തിരുസഭ ബിബിയാനയെ അംഗീകരിച്ചിരിക്കുന്നത്. ബിബിയാനയുടെ ശവകുടീരത്തിന് ചുറ്റും വളർന്നു വരുന്ന ഔഷധ സസ്യങ്ങൾ കഴിക്കുമ്പോൾ പല രോഗങ്ങളും മാറിയിട്ടുള്ളതായിട്ടാണ് സാക്ഷ്യങ്ങൾ പറയുന്നത്. ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനും ക്രിസ്ത്യാനി എന്ന പേരിൽ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ ക്രിസ്ത്യാനികൾക്കും കത്തോലിക്കർക്കും വേണ്ടി വിശുദ്ധയായ ബിബിയാനയെ നിരന്തരം പിതാവായ ദൈവത്തോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.